Okay, our next topic, shell theorem. ഷെൽ തിയറം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഫെറിക്കൽ ഷെല്ല് വിചാരിക്കുക. സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ ഹോളോസ്ഫിയർ അല്ലേ, ഹോളോസ്ഫിയർ. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഈ ഹോളോസ്ഫിയർ യൂണിഫോംലി ചാർജ്ഡ് ആണ്. യൂണിഫോംലി ചാർജ്ഡ് ആയ ഒരു ഹോളോസ്ഫിയർ വിചാരിക്കുക. ഇതിൻ്റെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് വിചാരിച്ചു. ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഔട്ട്സൈഡിൽ നമ്മൾ വേറൊരു ചാർജ് വെച്ചു. ഔട്ട്സൈഡിലൊരു ക്യാപിറ്റൽ ക്യൂ എന്നുള്ളൊരു പോയിൻ്റ് ചാർജ് എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഔട്ട്സൈഡ്. അപ്പം ഈ സ്ഫെറിക്കൽ ഷെല്ലും, അപ്പോൾ ഇത് പോയിൻ്റ് ചാർജ് അല്ല അല്ലേ, പോയിൻ്റ് ചാർജ് അല്ല, പക്ഷേ ഇത് പോയിൻ്റ് ചാർജാണ്. ഇത് സ്ഫിയർ മുഴുവൻ ചാർജാണ്, ഹോളോസ്ഫിയർ. അപ്പം ഇതിൻ്റെ ഔട്ട്സൈഡിലൊരു ചാർജ് വെച്ചാൽ ഇത് കാരണം അതിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ചാർജ് സ്മോൾ ക്യൂ അല്ലേ, ഇത് ടോട്ടൽ ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ എന്നതുപോലെ ഇതിൻ്റെ ടോട്ടൽ ചാർജ് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നതുപോലെ ഇത് അതിനെ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഔട്ട്സൈഡ് ഒരു ഹോളോസ്ഫിയറിൻ്റെ ചാർജ്, യൂണിഫോംലി ചാർജ് ഹോളോസ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് ഒരു ചാർജ് വെച്ചാൽ, പോയിൻ്റ് ചാർജ് വെച്ചാൽ, ഈ ഹോളോസ്ഫിയറിൻ്റെ ടോട്ടൽ ചാർജ് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നതുപോലെ ഇവർ തമ്മിലൊരു ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഏതാ, 1/4πε0 Q/r². r എടുക്കുമ്പോൾ സെൻറ്റർ മുതൽ ഇവിടെ വരെ എടുക്കാം. ഇനി ഈ യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഇൻസൈഡിൽ എവിടെയെങ്കിലും ചാർജ് വെച്ചാൽ ഓക്കെ, പോയിൻ്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയർ. ഇതിൻ്റെ ഇൻസൈഡ് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഹോളോസ്ഫിയർ കാരണം ഈ ഉള്ളിലുള്ള ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് ഒരു പോയിൻ്റ് ചാർജ് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ചാർജ് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നതുപോലെ ഇവർ തമ്മിൽ ഒരു ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഇൻസൈഡ് വെക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കും. ഇൻസൈഡ് വെക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സെക്ഷൻ എടുക്കൂ. ഈ സെക്ഷൻ്റെ റിപ്പൽഷൻ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ. ഈ സെക്ഷൻ്റെ റിപ്പൽഷൻ, ഇതും പോസിറ്റീവ് ചാർജ് ആണല്ലോ, അതിൻ്റെ റിപ്പൽഷൻ അങ്ങോട്ടുണ്ടാവും. ഇവിടെയുള്ള സെക്ഷൻ്റെ റിപ്പൽഷൻ ഇങ്ങോട്ട്, ഇവിടെയുള്ള സെക്ഷൻ്റെ റിപ്പൽഷൻ ഇങ്ങോട്ട്. അങ്ങനെ ലാസ്റ്റിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ട് അങ്ങനെ ഉള്ളിൽ വെക്കുമ്പോൾ 0 ആവുക ചെയ്യുക. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇപ്പം ഇവിടെ ഒരു ഫിക്സഡ് ആയ ഒരു ചാർജ് വിചാരിക്കുക. ദർ ഇസ് എ ഫിക്സഡ് ചാർജ്. പോയിൻ്റ് ചാർജ് ഫിക്സഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫിക്സഡ് ചാർജാണിത്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു ചാർജ് വെക്കുക. ഇത് ഫിക്സഡ് ആണ്, ഇതിനടുത്ത് വേറൊരു ചാർജ് ഉണ്ട്. ആ ചാർജിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. ദാറ്റ് ചാർജ് ഈസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. ചാർജിൻ്റെ പേരാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇതിനടുത്ത് നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. ടെസ്റ്റ് ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാർജാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചാർജ് ഫിക്സഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ഈസ്
ടെസ്റ്റ് ചാർജ് മൂവബിൾ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് കാരണം ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കാരണം ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ചാർജിൻ്റെ ഇത് കാരണമാണ് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ചാർജിൻ്റെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. അത് കാരണമാണ് അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ദർ ഇസ് എ ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചാർജ് എവിടെ വെച്ചാലും അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ചാർജ് കാരണം അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ സ്പേസ്, ഇതിന് ചുറ്റുമുള്ള സ്പേസ്, ആ സ്പേസിൻ്റെ ഉള്ളിൽ ആ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഈ ചാർജ് കാരണം ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സ്പേസ്, ഈ ഫിക്സഡ് ചാർജിന് ചുറ്റും നമ്മളൊരു സ്പേസ് വിചാരിക്കുക. ഈ സ്പേസാണ് ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റുമുള്ള സ്പേസാണ്. അവിടെ നമ്മൾ വേറൊരു ചാർജ് അതാണ് ടെസ്റ്റ് ചാർജ്. വേറൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് കാരണം അതിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ്. ഈ ചാർജിന് ചുറ്റുമുള്ള സ്പേസ് ആണ്. വിത്തിൻ വിച്ച്, ആ സ്പേസിൻ്റെ ഉള്ളിൽ എനദർ ചാർജ് ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ചാർജ് എക്സ്പീരിയൻസ് അതിന് മുകളിൽ ആക്ട് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ഇതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പം ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസാണ്. ആ സ്പേസിൻ്റെ ഉള്ളിൽ വേറൊരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ ഈ ചാർജ് കാരണം അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ ഈ ചാർജിന് ചുറ്റുമുള്ള ആ സ്പേസാണ് ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ശരിയായ കൺസെപ്റ്റ് പ്രകാരം ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റി വരെ ഉണ്ടാകുന്നതാണ് കൺസെപ്റ്റ്. ഇറ്റ് വിൽ ടെൻഡ് അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. Intensity of electric field denoted by E. It is a vector. Intensity of electric field. Okay. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ചാർജ് വിചാരിക്കുക. ഹിയർ ഈസ് എ പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. പോയിന്റ് ചാർജ് ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും അതിൻ്റെ അടുത്തൊക്കെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജിൻ്റെ ഫീൽഡ് ഉണ്ടാവും. അപ്പം നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്യുക. ഏതോ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ പോയിന്റിൽ ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചാർജ് വെച്ചു. ചാർജിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിൽ ഈ ചാർജിൻ്റെ ഫീൽഡ് ഉണ്ടാകും. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ചാർജ് കാരണം അവിടെ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളിവിടെ ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. എന്താണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ +1 കുളമ്പിൻ്റെ പേരാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പം നമ്മൾ ആ പോയിന്റിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അതിനുവേണ്ടി ആ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക. ഇമാജിൻ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ +1 കുളമ്പ്. ഓക്കെ, അപ്പം ഇത് കാരണം ഈ പോയിന്റ് തൽക്കാലം P എന്നങ്ങനെ എടുക്കുക. ഇത് കാരണം അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ 1 കുളമ്പിൻ്റെ മുകളിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫോഴ്സ് നമുക്ക് എങ്ങനെ ചെയ്താൽ 1/4πε0. ഇവിടെ ഫ്രീ സ്പേസ് ആണെന്ന് വിചാരിക്കൂ.
1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. Q1 എന്ന് പറയുമ്പോൾ Q2 എന്ന് പറയുമ്പോൾ ഇത് 1 കുളമ്പാണ്, ചാർജ് 1 കുളമ്പാണ്. അപ്പോൾ Q1 Q2 എന്ന് പറയുമ്പോൾ Q ഇൻറ്റു 1 ആണ്, 1 കുളമ്പ്, മറ്റേത് 1 കുളമ്പാണ് അല്ലേ, ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ F ഈക്വൽ ടു 1/4πε0 Q ബൈ ആർ സ്ക്വയർ വരും അല്ലേ. ഇതാണ് ഫോഴ്സ്, ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 കുളമ്പ് അല്ലേ. 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. 1 കുളമ്പിൻ്റെ പേരാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് ഇതിലെ. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ ചാർജ് കാരണം ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ് 1/4πε0 Q ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഒരു പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? ഒന്നുമില്ല, ആ പോയിന്റിൽ ഒരു 1 കുളമ്പിനെ കൺസിഡർ ചെയ്യുക, ഇമാജിൻ ചെയ്യുക. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ്, അതിനെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണുക. ആ ഫോഴ്സ് ആയിരിക്കും ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഈ ചാർജ് കാരണം ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു 1 കുളമ്പ് വെച്ചിട്ട് 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടാൽ മതി. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മൾ പറയാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇതാരാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ വേറൊരു രീതിയിൽ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചു. നമ്മൾ പോയിന്റ് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പോയിന്റ് P എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? Pയിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് കൺസിഡർ ചെയ്യൂ. നമ്മൾ കാണാൻ പോകുന്നത് P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ 1 കുളമ്പ് വെച്ചു, 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടു. എന്നിട്ട് പറഞ്ഞു ആ ഫോഴ്സാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുക, Q0. അവിടെ നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. ഓക്കെ, ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറയൂ. ഈ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 1/4πε0 Q ഇൻറ്റു Q0 അല്ലേ. Q ഇൻറ്റു Q0 ബൈ ആർ സ്ക്വയർ ആയിരിക്കുമല്ലോ. ആ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ടെസ്റ്റ് ചാർജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ ഫോഴ്സ് ബൈ ടെസ്റ്റ് ചാർജ് കാണൂ. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫോഴ്സ് ബൈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ Q0. അപ്പോൾ Q0 ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ റിസൾട്ട് കിട്ടും എന്താണ്? 1/4πε0 ഇങ്ങനെയല്ലേ ഉള്ളത്. Q0 ബൈ ആർ സ്ക്വയർ ആണ് ഫോഴ്സ് ബൈ Q0, ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? 1/4πε0 Q ബൈ ആർ സ്ക്വയർ അല്ലേ. 1/4πε0 Q ബൈ ആർ സ്ക്വയർ. 1/4πε0 Q ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയൊക്കെ കാണാം? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക, 1 കുളമ്പ് വെക്കുക. എന്നിട്ട് 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാം. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മീൻസ് 1 കുളമ്പ്. അത് കണ്ടാൽ ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റിൽ നിങ്ങളൊരു ടെസ്റ്റ് ചാർജ് വെക്കുക. ഓക്കെ,
ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് ആ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടു, ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടു. എന്നിട്ട് നമ്മൾ ആ ഫോഴ്സ് ബൈ ടെസ്റ്റ് ചാർജ് എടുത്തു, ആ ഫോഴ്സ് ബൈ ടെസ്റ്റ് ചാർജ് എടുത്തു, ഫോഴ്സ് ബൈ ടെസ്റ്റ് ചാർജ് എടുത്തു. അപ്പോൾ ഇത് അതേ ആൻസർ കിട്ടിയല്ലോ. അപ്പം നിങ്ങൾ ഈ സംഭവം അത് ഒഴിവാക്കൂ, തൽക്കാലം ഇതെടുക്കും. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട്, അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കണ്ടാൽ പോരെ? അപ്പോൾ ഇതല്ലേ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 1/4πε0. എന്താ കിട്ടിയത്? 1/4πε0 Q/r². ഓക്കെ, 1/4πε0 Q/r² കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ ചാർജ് കുളമ്പ് അല്ലേ? അപ്പോൾ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളമ്പാണ്, ന്യൂട്ടൺ കുളമ്പ് ഇൻവേഴ്സാണ്. ഇതിന് തന്നെ വേറൊരു യൂണിറ്റ് ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ എന്ന് പറയും, വോൾട്ട് പെർ മീറ്റർ. ഈ യൂണിറ്റ് എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഈ യൂണിറ്റ് എങ്ങനെയാണ് കിട്ടിയതെന്നേ ഇപ്പോൾ തൽക്കാലം നോക്കൂ. ഈ 2 യൂണിറ്റ് ഓർമ്മിക്കുക, ന്യൂട്ടൺ പെർ കുളമ്പും വോൾട്ട് പെർ മീറ്ററും. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ഫോഴ്സ് അല്ലേ, ഫോഴ്സിൻ്റെത് mL(T⁻²) ബൈ ചാർജ് നമ്മൾ പറഞ്ഞതാണ്. ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല AT എന്നാണ് അല്ലേ? ചാർജിൻ്റെത് AT, ആംബിയറിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്ത് വരും? mL(T⁻3) A⁻1 വരും. ഇതായിരിക്കും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഇതിൽ അപ്പം നമുക്കൊരു ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് കിട്ടും. അപ്പം നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോയിൻ്റ് ചാർജ് വെച്ചു, പോയിൻ്റ് ചാർജാണ് അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിൻ്റ് ചാർജ്. ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, പോയിൻ്റ് ചാർജ് അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ഫോർ പോയിൻ്റ് ചാർജാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിൻ്റ് ചാർജ്, ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് ചാർജ് ഉണ്ട്, ഒരു r ഡിസ്റ്റൻസ് അകലെ. അപ്പോൾ നമുക്കറിയാം ചാർജ് ഉണ്ടെങ്കിൽ ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഫീൽഡ്, അത്രയേ ഉള്ളൂ. ഒരു പോയിൻ്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഉള്ള ഫീൽഡാണ് ഇത്. ഇത്രയും ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ഇത്രയും മീനിങ് ഉള്ളൂ. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് ഇവിടെ വെക്കുന്നു, r ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇക്വേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷനെ പറ്റി പറയണ്ടേ? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ പറ്റി പറയേണ്ടത്. അപ്പോൾ ഡയറക്ഷനെ പറ്റി പറയാൻ നമ്മളൊരു കാര്യം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫീൽഡും നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ പറയണം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. ഇവിടെ ഉള്ളത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു 1 കുളമ്പ് വെച്ചു. 1 കുളമ്പിൻ്റെ പേര് ഞാനെന്താ പറയുക? ഇതിൻ്റെ പേര് തന്നെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ചാർജാണ്. ഇവിടെയുള്ളതും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക? ഇപ്പോൾ 1 കുളമ്പിനെ റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക? ഇത് 1 കുളമ്പിനെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതാണ് ഫീൽഡിൻ്റെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഡയറക്ഷനാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് എവേ ആണ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ. ഇപ്പോൾ +1 കുളമ്പ് ഇവിടെ വെക്കുന്നു.
1 കൂളമ്പ് ഇവിടെ വെക്കുന്നു. അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽ ചെയ്യുന്ന എന്ത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുക. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുക. അതായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എവേയാണ്. അപ്പോൾ ഫീൽഡ് എവേയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിക്കുക, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഫീൽഡ് എവേ ആയിരിക്കും. എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ഈ ചാർജിൽ നിന്ന് എവേ ആയിരിക്കും. ഓക്കെ. പകരം ഇവിടെയുള്ളത് നെഗറ്റീവ് ചാർജാണെന്ന് വിചാരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുന്നു, 1 കൂളമ്പ് വെക്കുന്നു. നെഗറ്റീവ് ചാർജാണ് എന്നാ സംഭവിക്കുക? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് 1 കൂളമ്പിനെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ 1 കൂളമ്പിനെ പ്ലസ് 1 കൂളമ്പിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജാണ്. ഈ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ആ രൂപത്തിൽ. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എവേ, നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ പറ്റി പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്, ആ രൂപത്തിലല്ലേ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വെക്റ്റർ ഫോമിൽ എഴുതുന്നു, ഇൻ വെക്റ്റർ ഫോമിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുകയാണ്, ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിൻ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ. അതിനെ ഞാൻ വെക്റ്റർ ഫോമിൽ എഴുതുമ്പം 1/4πε0 Q/r². വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പറയണം അല്ലേ. ഡയറക്ഷൻ പറയാനുള്ള വഴി എന്തായിരുന്നു? ഒരു യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു യൂണിറ്റ് വെക്റ്റർ ഇടുന്നു, r cap. യൂണിറ്റ് വെക്റ്റർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ. ഇപ്പോൾ r capൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനിവിടെ i cap കൊടുത്താൽ അർത്ഥം എന്താണ്? i cap ആണെങ്കിൽ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. i cap കൊടുത്താൽ അർത്ഥം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ i cap ഉദ്ദേശിക്കുന്നത് x ആക്സിസ്, ആ രൂപത്തിലാണല്ലോ. അതിന് പകരം ഞാനിവിടെ ജനറലി Q/r², ഇതാണ് ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ പറയാൻ വേണ്ടി ഒരു r cap യൂണിറ്റ് വെക്റ്റർ ഇട്ടു. ഓക്കെ. ഇനി നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ r cap യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ വെക്റ്റർ r ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ r, അതല്ല യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ, വെക്റ്റർ r ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ r. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എന്തായി? 1/4πε0 Q/r². ഇതെന്താവും? വെക്റ്റർ r ബൈ r. അപ്പോൾ ഡിനോമിനേറ്ററിൽ r³ ആവും അല്ലേ. r ബൈ r³. ഇങ്ങനെയാണ് വെക്റ്റർ ഫോമിൽ എഴുതുക ഇലക്ട്രിക് ഫീൽഡിനെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ വെക്റ്റർ ഫോമിൽ ഇങ്ങനെയൊക്കെ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിൻ്റ് ചാർജ്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നിങ്ങൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ r ഡിസ്റ്റൻസ് അകലെ ഉള്ള ഫീൽഡ് ഞാൻ പറയുന്നത് വെക്റ്റർ ഫോമിലല്ല. ഈ വെക്റ്റർ ഫോമിലല്ല പറയുന്നത്, നമ്മൾ സ്കേലാർ ഫോമിലാണ് പറയുന്നത്. സ്കേലാർ ഫോം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയാൻ പോകുന്നത്. സ്കേലാർ ഫോമിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്കേലാർ ഫോമിൽ പറയുമ്പോൾ 1/4πε0 Q/r² അല്ലേ. Q/r² ആണല്ലോ സ്കേലാർ ഫോമിൽ. 1/4πε0 Q/r². ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ -q ആണല്ലോ എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ചാർജ് -q ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫീൽഡ് എങ്ങനെ എഴുതും? ഫീൽഡ് 1/4πε0 -q/r² എന്ന് എഴുതേണ്ട ആവശ്യമില്ല സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ. സ്കേലാർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതണ്ടൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുന്ന സമയത്ത് ഫീൽഡ് എഴുതുന്ന സമയത്ത് 1/4πε0 Q/r² എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ സ്കേലാർ ഫോമിൽ ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല.
അത് നിങ്ങൾ Q/R² എന്ന് തന്നെ എഴുതിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഈ Q/R² എന്ന് അത് പോസിറ്റീവ് പ്ലസ് Q ആയാലും മൈനസ് Q ആയാലും Q/R² എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. ഇനി അഥവാ നിങ്ങൾ മൈനസ് Q പ്ലസ് Q എടുക്കുക എന്ന് വിചാരിച്ചോ. ഇവിടെ പ്ലസ് Q ആണെങ്കിൽ പ്ലസ് Q/R², മൈനസ് Q ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ മൈനസ് വന്നു അല്ലേ. അപ്പോൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ മൈനസ് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഡയറക്ഷൻ കൂടി എടുക്കുന്നതാണ്. ഈ മൈനസിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ടുവേർഡ്സ് ആണ്. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ആണ്. അതാണ് നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് വന്ന് അതിൻ്റെ അർത്ഥം ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവേ ആണ്. അപ്പോൾ ആ പ്ലസും മൈനസും അപ്പം ഫീൽഡ് നെഗറ്റീവ് കിട്ടിയാൽ ഫീൽഡ് നെഗറ്റീവ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് പറയാം, ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ആണെന്ന് പറയുക. പോസിറ്റീവ് ആകുമ്പോൾ എവേ ആണെന്ന് പറയുക. ഞാൻ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ ഇൻ സ്കേലാർ ഫോം പറയുമ്പോൾ ആ പ്ലസ് മൈനസ് പറയേണ്ട ആവശ്യം ഇല്ല. പ്ലസ് Q ആണെങ്കിലും മൈനസ് Q ആണെങ്കിലും Q/R² എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിൻ്റ് ചാർജ്, ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കാണുക? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ഒരു 1 കുളമ്പ് വെച്ചിട്ട് 1 കുളമ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പോയിൻ്റ് ചാർജ് ആകുമ്പോൾ ഇൻഡിക്കേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇനി അത് പ്ലസ് Q ആയാലും മൈനസ് Q ആയാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ പ്ലസ് Q മൈനസ് Qൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. Q/R² എന്ന് തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷനെ പറ്റി എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ, ഫീൽഡ് എവേ ആണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഫീൽഡ് ടുവേർഡ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത ക്ലാസ്സിൽ വേണ്ടതാണ് കേട്ടോ. ഇത് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഓക്കെ, ശരി.